ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. രേഖാചിത്രം ഇറങ്ങി 3 ദിനങ്ങൾ പിന്നിടുന്നു. മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും കളക്ഷനും ഒപ്പം അഭിപ്രായമായി സിനിമ മുന്നോട്ട് പോകുന്നു. ഇന്ന് 3 ദിനത്തെ കളക്ഷനിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണം. ഒപ്പം 60,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു ടാർഗറ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഇവിടെ 655ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 95,000ഓളം ജനങ്ങൾ ഇപ്പോൾ കണ്ടതായിട്ട് പറയുന്നു. അതേപോലെ തന്നെ 51% ഓക്യുപ്പൻസി ആയിട്ട് കേരളത്തിൽ പറയുന്നത്. ഇതോടൊപ്പം തന്നെ നമുക്ക് 19 ഹൗസ്ഫുൾ ഷോകളും 75-ന് മുകളിലുള്ള ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും സിനിമയിലുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ട്രാക്കേഴ്സ് മുഖാന്തരം ഈ ഒരു നിമിഷം വരെ വന്നിരിക്കുന്നത് 1,56,00,000 രൂപയാണ്. ഇന്നലെ ഇതേ സമയത്ത് 99 ലക്ഷം രൂപ മാത്രമാണ് വന്നിരുന്നത് എന്നുള്ളത് ഓർക്കുക. ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഫൈനലായിട്ട് വന്നത് 1,74,00,000 രൂപ. അതായത് ഫൈനലായിട്ട് വന്ന 2,14,00,000 രൂപയായിരുന്നു ഗ്രോസ് ആയിട്ട് വന്നിരുന്നത്. ഇന്ന് പ്രതീക്ഷിക്കുന്നത് ട്രാക്കേഴ്സ് മുഖാന്തരം മാത്രം 2,30,00,000 രൂപയാണ്. അതായത് 3 കോടിയിലേക്ക് ഇന്നത്തെ കളക്ഷൻ ഗ്രോസ് എത്തും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 10 കോടിക്ക് മുകളിൽ കയറിയിരുന്നു. ഇന്ന് ഏറ്റവും ഫൈനലായിട്ടുള്ള 2 ദിവസത്തെ ട്രാക്ക്ഡ് കളക്ഷൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നു സിനിമ മികച്ച രീതിയിൽ തന്നെയാണ്. രണ്ടാം ദിവസം 2,14,00,000 രൂപയും 2 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 4,10,00,000 രൂപയും നേടി മുന്നോട്ട് കുതിക്കുന്ന ഒരു കാഴ്ച. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഗംഭീര പ്രകടനമാണ്. കേരളത്തിനകത്തും പുറത്തുമെല്ലാം ബുക്ക് മൈ ഷോ നോക്കുകയാണെങ്കിൽ അമ്മാതിരി കൊടൂരമായിട്ടുള്ള ബുക്കിംഗ് തന്നെയാണ്. സമീപകാലത്തൊന്നും ഒരു മലയാള സിനിമയ്ക്കും ലഭ്യമല്ലാത്ത തരത്തിലുള്ള ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ശനിയാഴ്ച ഒരു കൊലത്തൂക്ക് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം 3 കോടിക്ക് മുകളിൽ കേരളം മാത്രമായിട്ട് പോകും. അതുപോലെ തന്നെ 7 കോടിക്ക് മുകളിലേക്ക് കേരള കളക്ഷൻ 3 ദിവസത്തെ എത്തും. അതായത് ഞായറാഴ്ച കൂടി ആകുമ്പോഴത്തേക്ക് കേരളത്തിൽ നിന്ന് മാത്രം 10 കോടിയും വിദേശമടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് സിനിമ 20 കോടിക്കും മുകളിലേക്ക് എത്തും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. ഒരുപക്ഷെ 25 കോടി അടിച്ചാൽ വലിയ രസകരമായിട്ട് തന്നെ പറയാം. അല്ലാതെ സംശയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രത്തോളം ഹെവി പോസിറ്റീവ് തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മമ്മൂട്ടി റഫറൻസ് സിനിമയെ വലിയ രീതിയിലുള്ള മൈലേജ് നൽകിയിരിക്കുന്നു. വലിയ ഒരു വിജയം ആയി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേ മീഡിയാസ്.